ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ 574 റൺസൊക്കെ അടിച്ചു കൂട്ടാനാകും. ഒരു ദിവസം ഡബിൾ സെഞ്ചുറി അടക്കം 22 സെഞ്ചുറിയൊക്കെ ഇത്ര ഈസിയായി നേടാനാകുമോ? 50 ഓവറിൽ 413 റൺസൊക്കെ ഇത്ര അനായാസം ചേസ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ക്രിക്കറ്റിനാണോ ഭ്രാന്തായത്, അതോ വാർത്ത കേൾക്കുകയും ഹൈലൈറ്റ്സ് തേടി പിടിച്ച് കാണുകയും ഒക്കെ ചെയ്യുന്ന നമുക്കാണോ? പറഞ്ഞു വരുന്നത് 2025-26 വിജയ് ഹസാര ട്രോഫി ടൂർണമെന്റിലെ സെഞ്ചുറി പെരുമഴയെ കുറിച്ചാണ്. റൗണ്ട് 1 തുടക്കം കുറിച്ച ഡിസംബർ 24 ഇന്ത്യൻ ക്രിക്കറ്റിന് മറക്കാനാകാത്തൊരു ദിവസമായി ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ചില്ലറ സംശയങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നില്ലേ? ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ലിസ്റ്റ് എ ക്രിക്കറ്റ് മത്സരങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്ന ഒരു ദിവസമാണ് 2025 അവസാന വാരം കടന്നുപോയത്. ക്രിസ്മസിന്റെ തലേന്നാൾ വൈഭവ് സൂര്യവംശിയുടെ ബീഹാർ 300 പന്തുകളിൽ നിന്ന് അടിച്ചെടുത്തത് 574 റൺസ് എന്ന ലോക റെക്കോർഡ് സ്കോറാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 50 ഓവർ ഫോർമാറ്റിലെ ലോക റെക്കോർഡ് പ്രകടനമായി അത് മാറി. 32 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ ബീഹാർ ക്യാപ്റ്റൻ സാക്ബുൾ ഗാനിയുടെ കാര്യമെടുക്കാം. ലിസ്റ്റ് എ ഏകദിന ക്രിക്കറ്റിലെ അതിവേഗ സെഞ്ചുറി എന്ന ലോക റെക്കോർഡാണ് ഗാനി സ്വന്തം പേരിലാക്കിയത്. അവിടെയും തീർന്നില്ല. 33 പന്തിൽ അതിവേഗ സെഞ്ചുറി നേടി ഇഷാൻ കിഷൻ ഈ റെക്കോർഡിന് തൊട്ടരികിലെത്തി. അതിന് ഏതാനും സമയം മുമ്പാണ് 36 പന്തിൽ നിന്ന് സെഞ്ചുറിയും 54 പന്തിൽ നിന്ന് 150 റൺസും അടിച്ച് വൈഭവ് സൂര്യവംശി ലോകത്തെ ഞെട്ടിച്ചത്. ലിസ്റ്റ് എ ഏകദിന ക്രിക്കറ്റിലെ ഫാസ്റ്റസ്റ്റ് 150 ആയിരുന്നു അത്. റൺമഴ പരീക്ഷിതാകട്ടെ ഒരു 14-കാരൻ പയ്യനും. മറ്റൊരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടി പ്രധാന ആശങ്കയിലേക്ക് കടന്നു വരാം. മത്സരം ജാർഖണ്ഡും കർണാടകയും തമ്മിലാണ്. ടോസ് നേടിയ കർണാടക ജാർഖണ്ഡിനെ ആദ്യം ബാറ്റിംഗ് അയക്കുന്നു. 39 പന്തിൽ നിന്ന് 125 റൺസ് അടിച്ചു കൂട്ടിയ ഇഷാൻ കിഷന്റെ സെഞ്ചുറി കരുത്തിലാണ് ജാർഖണ്ഡ് നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 412 റൺസ് വാരിക്കൂട്ടിയത്. 118 പന്തിൽ 148 റൺസോടെ മലയാളി താരം ദേവദത്ത് പടിക്കൽ സ്ഫോടനാത്മക ബാറ്റിംഗുമായി വിജയശില്പി ആയപ്പോൾ കർണാടക 15 പന്തുകൾ ശേഷിക്കെ ജാർഖണ്ഡ് ഉയർത്തിയ റൺമല താണ്ടി 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. വിജയ് ഹസാരെ ട്രോഫി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചേസ് ആയിരുന്നു അത്. സമാനമായി വിദർഭ ഉയർത്തിയ 382 റൺസ് വിജയലക്ഷ്യം 7 പന്തുകൾ ബാക്കി നിൽക്കെ ബംഗാൾ പിന്തുടർന്നു. T20 ക്രിക്കറ്റിന്റെയും IPLന്റെയും അനാവശ്യ ഇമ്പാക്ട്, അതിലൂടെ ഒഴുകിയെത്തുന്ന കണക്കില്ലാത്ത പണവും പ്രശസ്തിയും ഇന്ത്യയിലെ യുവ ക്രിക്കറ്റർമാരെ നശിപ്പിക്കുകയാണോ? ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും T20 ശൈലിയിൽ ഇന്ത്യൻ യുവതാരങ്ങൾ കളിച്ചു തുടങ്ങുമ്പോൾ മറുവശത്ത് ഇന്ത്യക്ക് നഷ്ടങ്ങളുടെ കണക്കും ഏറുകയാണ്. ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യൻ ടീം തുടരെ ടെസ്റ്റ് പരമ്പരകൾ തോൽക്കുന്നതും ഏകദിന ക്രിക്കറ്റിൽ സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതും ഇന്ത്യയുടെ ക്രിക്കറ്റ് ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന സംഗതികളാണ്. എക്കാലവും ഇന്ത്യൻ ക്രിക്കറ്റിലെ അടിത്തറയായിരുന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ലാത്ത ചില ശൈലികളാണ് ഉടലെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനോട് BCCI ബാറ്റിംഗ് ശൈലി തിരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. IPLൽ കളിച്ച് പണം വാരുന്ന പന്തിനെ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മാത്രമാണ് പരിഗണിച്ചു വരുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലും T20 ശൈലിയിൽ ബാറ്റ് വീശുന്ന പന്തിനോട് ഒന്നുകൂടി ശ്രദ്ധിച്ച് കളിക്കാനാണ് മാനേജ്മെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ടീമുകളുടെ എണ്ണം 38 ആയി ഉയർത്തിയത് 2018-19 സീസണുകളിലായാണ്. പുതുച്ചേരിയും ഉത്തരാഖണ്ഡും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീമുകളും ഉൾപ്പെടെ 37 ടീമുകളാണ് ആ സീസണിൽ ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചു തുടങ്ങിയത്. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം ബീഹാറും ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമായി. 2019 ചണ്ഡീഗഡ് കൂടി ഈ ലിസ്റ്റിലേക്ക് കടന്നു വന്നതോടെ ടീമുകളുടെ എണ്ണം 38 ആയി ഉയർന്നിരുന്നു. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ക്രിക്കറ്റ് അതിന്റെ ശൈശവ ദശയിലാണ്. അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അസോസിയേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിലും കാര്യമായ പരിമിതികളുണ്ട്. ആഭ്യന്തര മത്സരങ്ങളിൽ വൻകിട ടീമുകളെ നേരിടുമ്പോൾ അവർ ശരാശരിയിലും താഴെയുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഡിസംബർ 24 നിരവധി ലോക റെക്കോർഡുകൾ പിറക്കാൻ കാരണമായതും ടീമുകളുടെ പരിചയ സമ്പത്തിലെ ഈ ഏറ്റക്കുറച്ചിലുകളാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ ലിമിറ്റഡ് ഓവർ മാച്ചുകൾക്കായി അടുത്തിടെ ഒരുക്കുന്ന പിച്ചുകൾ ഏറെയും ബാറ്റർമാരെ അതിരറ്റി തുണയ്ക്കുന്ന ഫ്ലാറ്റായ പിച്ചുകളാണ്. ക്രിക്കറ്റ് മാച്ച് കാണാനെത്തുന്ന കാണികളെ രസിപ്പിക്കാനായി ഉയർന്ന സ്കോറുകൾ പിറക്കാൻ വേണ്ടിയാണ് അസോസിയേഷനുകൾ ഈ മാർഗം തേടുന്നത്. പതിവിനേക്കാൾ കൂടുതൽ ആക്രമണാത്മകമായി ബൗളർമാരെ കടന്നാക്രമിക്കാൻ സഹായിക്കുന്ന ചത്ത ബാറ്റിംഗ് പിച്ചുകളാണിത്.
തുടക്കത്തിലെ ചില ഓവറുകളിൽ ഒഴികെ മറ്റ് സമയങ്ങളിൽ ബൗളർമാർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഫിയർലെസ് ക്രിക്കറ്റ് ഒരുക്കുന്ന ആദ്യത്തെ കെണിയാണിത്. ബാറ്റർമാർക്ക് അനുകൂലമായി മത്സരം മാറ്റുന്നതിനായി ആഭ്യന്തര മത്സരങ്ങളിലെ ബൗണ്ടറി ലൈനുകളുടെ നീളം 55 മുതൽ 60 മീറ്ററിലേക്ക് കുറയ്ക്കുന്ന പ്രവണതയാണ് വർദ്ധിക്കുന്നത്. ഗ്രൗണ്ടിന്റെ ഏത് മൂലയിലേക്കും നിർഭയം ഷോട്ട് കളിക്കാനും ഗംഭീർ വിഭാവനം ചെയ്ത ഫിയർലെസ് ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിക്കുന്നതുമാണ് ഈ നീക്കം. അതേസമയം വിദേശത്തെ വലിയ ഗ്രൗണ്ടുകളിൽ കളിക്കുമ്പോൾ ഇന്ത്യൻ യുവതാരങ്ങൾക്ക് ക്ഷമയോടെ കളിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഇത് സൃഷ്ടിക്കുമെന്നും ക്രിക്കറ്റ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മോഡേൺ ക്രിക്കറ്റിൽ ബാറ്റിങ്ങിനിടെ പന്ത് മിസ്ഹിറ്റായാൽ പോലും അതിർത്തി വരെ കടക്കുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. വിജയ് ഹസാരെ ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങളിൽ വൈഭവ് സൂര്യവംശിയും ഇഷാൻ കിഷനും അടിച്ചുകൂട്ടിയത് 15-നടുത്ത സിക്സറുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമകാലിക ക്രിക്കറ്റിൽ പ്രായഭേദമന്യേ ക്രിക്കറ്റ് താരങ്ങൾ T20 ക്രിക്കറ്റിന് അനുയോജ്യമായ ശൈലിയിലാണ് ബാറ്റ് വീശുന്നത്. പരീക്ഷണ ഷോട്ടുകൾ നിർഭയം ഗ്രൗണ്ടിന്റെ ഏത് മൂലയിലേക്കും പായിക്കാനാകുന്നു എന്നതാണ് അവരുടെ മികവ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗ്രൗണ്ടിലെ മേൽപ്പറഞ്ഞ അനുകൂല ഘടകങ്ങളെക്കുറിച്ച് ബാറ്റർമാർക്ക് നല്ല ധാരണയും ഉണ്ടാകും. ഏത് പ്രതികൂല സാഹചര്യമായാലും റൺസ് വാരിക്കൂട്ടി ബൗളർമാരെ കടന്നാക്രമിക്കാനാണ് ബാറ്റർമാർ ശ്രമിക്കുക. ഇത് മുൻകാല ഏകദിന ക്രിക്കറ്റ് ശൈലികളിൽ നിന്ന് ഏറെ വ്യത്യസ്തവുമാണ്. അരുണാചൽ പ്രദേശിനെ പോലുള്ള താരതമ്യേന ദുർബലമായ ബൗളിംഗ് നിരക്കെതിരെയാണ് വൈഭവ് സൂര്യവംശിയെ പോലൊരു അറ്റാക്കിംഗ് ബാറ്റർ റൺമഴ പെയ്യിക്കുന്നത്. BCCI ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബൗളർമാർക്ക് കൂടി ആനുകൂല്യം ലഭിക്കുന്ന പിച്ചുകൾ ഒരുക്കാനാണ്. ചെറിയ ഗ്രൗണ്ടുകളിൽ ആഭ്യന്തര മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ബൗളിങ്ങിനെ സഹായിക്കുന്ന പിച്ചുകൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. ബാറ്റർമാരെ അതിരറ്റി തുണയ്ക്കുന്ന പിച്ചിൽ അസാധാരണമായ കൂറ്റൻ സ്കോറുകൾ പിറക്കുന്നത് രാജ്യത്തെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിന്റെ ഗുണനിലവാരം കുറവാണെന്ന പ്രതീതിയാണ് പുറം ലോകത്തിന് മുന്നിൽ സൃഷ്ടിക്കുന്നത്. മുൻനിര ടീമുകൾക്ക് ദുർബലരായ എതിരാളികൾ നിശ്ചയിക്കുന്ന മാച്ച് ഷെഡ്യൂളിംഗ് രീതികളും BCCI ഉടനെ തിരുത്തേണ്ടതുണ്ട്. രാജ്യത്തെ പ്രതിഭാശാലികളായ യുവതാരങ്ങൾക്ക് വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തിയുള്ള എതിരാളികൾ കൂടി ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഭാവിയിൽ ഉറപ്പാക്കണം. നമസ്കാരം.